കേരളത്തിലെ ഇടതുപക്ഷം വർഗീയതയ്ക്കെതിരാണെന്ന് കുട്ടിഘോഷിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എ.കെ. ശശീന്ദ്രൻ ജാതീയ പ്രചരണം നടത്തിയ പരാതി ഉയരുന്നത്. മത്സരിക്കാൻ വേണ്ടി ജാതിപ്പേര് പറഞ്ഞ് വർഗീയത അഴിച്ചുവിടുകയാണ് ശശീന്ദ്രൻ. എലത്തൂർ ഈഴവ മണ്ഡലമാണെന്നും ഞാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഈഴവനെ നിർത്തിയാലേ ഇവിടെ ജയിക്കുകയുള്ളൂവെന്നും തരത്തിലായിരുന്നു പ്രചാരണം. ഇത് മാത്രമല്ല, പ്രചാരണം കൂടാതെ ശശീന്ദ്രൻ വിരുദ്ധരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനായി നേതൃത്വത്തെ സ്വാധീനിക്കാനാണ് ശ്രമം നടക്കുന്നത്. ഒരിക്കൽ കൂടെ എ.കെ. ശശീന്ദ്രൻ മത്സരിക്കാൻ തയ്യാറാവുന്നതിനെതിരെ ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ 10 പ്രമേയം പാസാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ശശീന്ദ്രൻ ജാതീയ പ്രചരണം നടത്തുന്നതായും ആരോപണമുയരുന്നത്. 16-ാം തീയതി പാർട്ടി ജില്ലാ കൺവെൻഷൻ ചേരുന്നുണ്ട്. അതിൽ അന്തിമ തീരുമാനമുണ്ടാകും. ശശീന്ദ്രൻ തന്നെയാണ് മത്സരിക്കുന്നതെങ്കിൽ ബദൽ സ്ഥാനാർത്ഥിയെ അടക്കം നിർത്താനുള്ള ആലോചനയും ശശീന്ദ്രൻ വിരുദ്ധ പക്ഷത്തിനുണ്ട്. സീറ്റ് പിടിക്കാൻ ഏത് തരംതാണ വഴിയും സ്വീകരിക്കുന്ന ഘട്ടത്തിലേക്കാണ് ശശീന്ദ്രൻ കടക്കുന്നത്. ഉറച്ച മണ്ഡലം എന്ന നിലയ്ക്ക് എലത്തൂരിൽ NCPയിൽ തർക്കം തുടരുകയാണെങ്കിൽ മണ്ഡലം CPM ഏറ്റെടുക്കാനും സാധ്യതയുണ്ട്. 1980 മുതൽ തുടങ്ങിയതാണ് എ.കെ. ശശീന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് യാത്ര. 7 തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു. 10 വർഷത്തോളം മന്ത്രിസ്ഥാനത്തുണ്ടായി. ഇതോടെയാണ് ഇത്തവണ മാറി നിൽക്കണമെന്ന് ജില്ലാ കമ്മിറ്റി ശശീന്ദ്രനോട് ആവശ്യപ്പെട്ടത്. ശശീന്ദ്രൻ മത്സരിക്കുന്നതിൽ പ്രാദേശിക നേതൃത്വത്തിന് വലിയ എതിർപ്പുണ്ട്. എലത്തൂരിൽ ശശീന്ദ്രനെതിരെ ശക്തമായ പ്രാദേശിക വികാരമുണ്ടെന്നും ഇത്തവണയും അദ്ദേഹത്തെ തന്നെ മത്സരിപ്പിച്ചാൽ തിരിച്ചടി ഉണ്ടാകുമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. 3 പതിറ്റാണ്ടോളം അധികാരത്തിലിരുന്നിട്ടും അധികാരക്കൊതി മാറാതെ ശശീന്ദ്രൻ മത്സരത്തിനിറങ്ങുന്നത് പാർട്ടിക്ക് തന്നെ ഇപ്പോൾ തിരിച്ചടിയായിരിക്കുകയാണ്. കൂടാതെ ജാതിക്കാട് ഇറക്കുന്ന വലതുപക്ഷ തന്ത്രം ശശീന്ദ്രൻ തെരഞ്ഞെടുപ്പിലിറക്കുമ്പോൾ ഇടതുമുന്നണിയെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇടതുമുന്നണിയിൽ പുകയുന്ന ഓരോ പ്രതിസന്ധിയും UDFനെ സംബന്ധിച്ച് പുതിയ അവസരങ്ങളാണ്. വിഷയത്തെ കൃത്യമായി നോക്കി സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കുമ്പോൾ UDFന് വിജയം ഉറപ്പിക്കാനാകും. അതിനാൽ അഡ്വക്കേറ്റ് വിദ്യാ ബാലകൃഷ്ണനെ നിർത്തി സീറ്റ് പിടിക്കാനുള്ള നീക്കത്തിലാണ് UDF. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വലിയ നേട്ടത്തിന്റെ ആത്മവിശ്വാസത്തിൽ എന്ത് വില കൊടുത്തും സീറ്റ് പിടിക്കുകയാണ് UDFന്റെ ലക്ഷ്യം. ശശീന്ദ്രനെതിരെയുള്ള പ്രാദേശിക വികാരം പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നാണ് UDF കണക്കുകൂട്ടുന്നത്. കഴിഞ്ഞ തവണ BJP ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ മണ്ഡലങ്ങളിലൊന്ന് എലത്തൂരായിരുന്നു. അതിനാൽ തന്നെ ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF ശക്തമായ മുന്നേറ്റമാണ് എലത്തൂരിലെ മണ്ഡലങ്ങളിൽ കാഴ്ചവെച്ചത്. ആകെയുള്ള 6 പഞ്ചായത്തുകൾ 4 UDFന്റെ കൈകളിലാണ്. 2 മാത്രമാണ് LDFന്റെ കയ്യിലുള്ളത്. ഇക്കണക്കിന് ഓരോ പ്രതിസന്ധി ഉണ്ടാക്കി സ്വന്തം കുഴി തോണ്ടുകയാണ് ഇടതുമുന്നണി.